അസ്സലാമലൈക്കും. ഞാൻ മിസ്ബാഹുദ്ദീൻ ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്. LSA കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സബ് കമ്മിറ്റികളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. LSA സബ് കമ്മിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് LSA സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന LSA ബ്ലഡ് ഡൊണേഴ്സ് ഫോറം. നമുക്കറിയാം, ദ്വീപുകളിലും കേരളക്കരയിലുമായി നാം ചികിത്സ തേടുമ്പോൾ പലപ്പോഴും നമുക്ക് രക്തത്തിന്റെ ആവശ്യം വരാറുണ്ട്. പ്രധാനമായും വൻകരയിലേക്ക് നാം ചികിത്സക്കായി എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ബ്ലഡിന്റെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എവിടെ തിരക്കണമെന്നോ ആരോട് ചോദിക്കണമെന്നോ അറിയാതെ ലക്ഷദ്വീപിലെ പലരും ബുദ്ധിമുട്ടുന്നതായി നമുക്ക് കാണാം. അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണുന്നതിനും അവർക്ക് കൈത്താങ്ങാവുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന LSAയുടെ സെല്ലാണ് LSA ബ്ലഡ് ഡൊണേഴ്സ് ഫോറം. അതിന്റെ കീഴിൽ പരമാവധി ബ്ലഡുകൾ തേടാനും അതേപോലെ ആവശ്യാനുസരണം ദ്വീപ് ബാക്കിയുള്ളവർക്കും എത്തിച്ചു കൊടുക്കാനും ഈ സെല്ലിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയും അതേപോലെ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും LSA ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ ഒരു ഗ്രൂപ്പും വാട്സാപ്പിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അംഗമാകാവുന്നതാണ്. അതിന്റെ ലിങ്കും ഈ വീഡിയോടൊപ്പം തന്നെ ഉണ്ടാവും. അതുമാത്രവുമല്ല, ആ ഒരു ഗ്രൂപ്പിലും LSAയുടെ ഈ ഒരു യത്നത്തിലും നിങ്ങൾ ഓരോരുത്തരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കും. LSA കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു സബ് കമ്മിറ്റിയാണ് LSA സ്കോളർഷിപ്പ് സെൽ. ലക്ഷദ്വീപിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഉപരിപഠനത്തിനായി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കോളർഷിപ്പ് എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല കാലഘട്ടത്തിലും നാം നേരിട്ടിട്ടുണ്ട്. ഇന്ന് അത് NSPയിലേക്ക് മാറിയതിനു ശേഷവും പല സംശയങ്ങളും ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. സ്കോളർഷിപ്പ് സമ്പ്രദായം NSPയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LSAയുടെ ഇടപെടൽ ഇന്നും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്കോളർഷിപ്പ് സംബന്ധമായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സംശയങ്ങൾക്കും ഇടപെടുന്നതിന് വേണ്ടിയും ആവശ്യാനുസരണം വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയും LSA സ്കോളർഷിപ്പ് സെല്ലിലൂടെ LSAക്ക് സാധിക്കുന്നു. സ്കോളർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ കൃത്യസമയത്ത് അറിയിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും വേണ്ടി LSA സ്കോളർഷിപ്പ് സെല്ലിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ ലിങ്കും ഇതിനോടൊപ്പം ചേർക്കുന്നു. അത് ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആ ഗ്രൂപ്പിലും അംഗമാകാവുന്നതാണ്. LSA കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെല്ലാണ് വാസിഫ് റിലീഫ് ഫോറം. ഇങ്ങനെ ഒരു റിലീഫ് ഫോറം തുടങ്ങുന്നതിനും അതിന് വാസിഫ് എന്ന് പേര് നൽകുന്നതിനും ഉണ്ടായ കാരണമെന്നത് 2012 LSAയുടെ 42ാമത് ദ്വീപതല മഹാസമ്മേളനം കൽപ്പേനിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് കൽപ്പേനി ദ്വീപിലെ ചെമ്മനംപള്ളി എന്ന വീട്ടിലെ വാസിഫ് എന്ന സ്കൂൾ വിദ്യാർത്ഥി ക്യാൻസർ മൂലം മരണപ്പെടുകയുണ്ടായി. അന്ന് ആ വിദ്യാർത്ഥിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിലീഫ് ഫോറം തുടക്കം കുറിച്ചത്. ആദ്യം അത് വാസിഫ് ക്യാൻസർ റിലീഫ് ഫോറം ആയിരുന്നു എങ്കിൽ തന്നെയും പിന്നീട് ക്യാൻസർ ബാധിതർക്ക് മാത്രമല്ല മറ്റ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും അതേപോലെ അപകടങ്ങളിൽപ്പെട്ടവർക്കും പ്രകൃതി ദുരന്തങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്കുമെല്ലാം ഈ സെല്ലിലൂടെ നമ്മൾ സഹായങ്ങൾ സാമ്പത്തികമായും മറ്റുമുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് വാസിഫ് ക്യാൻസർ റിലീഫ് ഫോറം എന്നതിൽ നിന്ന് മാറി വാസിഫ് റിലീഫ് ഫോറം എന്ന പേരിലാണ് ഇന്ന് ആ സെൽ പ്രവർത്തിച്ചു വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന് മൂലം ബുദ്ധിമുട്ടുന്നവർക്കായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഫോറത്തിന് കീഴിൽ ഫണ്ട് സമാഹരണം LSA നടത്തി വരുന്നുണ്ട്. നമ്മളെ ഏതൊരു സാഹചര്യത്തിലും ചേർത്ത് നിർത്തിയവരാണ് കേരള ജനത. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഫണ്ട് ശേഖരണത്തിനായി LSAയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന തുക നൽകി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. LSAയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് LSA, ജയ് ഡോക്ടർ.